So hello guys, welcome back to Ticket. So guys, ഇന്ന് ചെയ്യുമ്പോൾ വേറെ ഒന്നുമല്ല. guys നിങ്ങൾക്ക് ടൈറ്റിൽ ഉണ്ടാവും എങ്ങനെ നമുക്ക് MKV ഫയലിനെ MP4 ആക്കാൻ പറ്റും. സോ ഗൈസ് അതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ചിലർക്ക് അറിയായിരിക്കും. ഗൈസ് എന്ന് വെച്ചാൽ എന്തായാലും ചിലപ്പം ഡൗട്ട് ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടി ഇന്ന് ഫുൾ ഈ വീഡിയോ ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പൊ ഗൈസ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോയി സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പൊ നമുക്ക് കൂളി വരുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോ അടക്കാം. സോ ഗൈസ് അപ്പൊ നിങ്ങൾ ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ഒരു VLC മീഡിയ പ്ലെയർ എന്നുണ്ട്. അപ്പം അത് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾ നേരെ ക്രോമിൽ പോകണം. ക്രോമിൽ പോയിട്ട് നിങ്ങൾക്ക് ഇല്ലാത്തവർക്കാണെങ്കിൽ പോയി ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സീനുമില്ല. നേരെ VLC എന്ന് അടിച്ചാൽ മതി. VLC മീഡിയ പ്ലെയർ എന്ന് ക്രോമിൽ പോയി അടിക്കണം. അപ്പൊ തന്നെ ഗൈസ് നമുക്ക് VLC മീഡിയ പ്ലെയർ ഒരു വെബ്സൈറ്റ് കിട്ടുന്നതാണ്. അപ്പൊ ആ വെബ്സൈറ്റ് എടുത്തതിന് ശേഷം ഇവിടെ പോയി ഡൗൺലോഡ് VLC എന്നുണ്ട്. ആ ഡൗൺലോഡ് VLC കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മളെ VLCയുടെ ഒഫീഷ്യൽ സൈറ്റ് ആണത്. അപ്പൊ നമ്മൾ VLC മീഡിയ പ്ലെയർ ഡൗൺലോഡ് ആവും. നിങ്ങൾക്ക് ഞാൻ കൂടുതൽ കാണിച്ചെല്ലാം ഗൈസ്, കാരണം ഞാൻ നേരത്തെ ഡൗൺലോഡ് വെച്ചിട്ട് വെറും 40 MB ഉള്ളൂ. അതുകൊണ്ട് വേറൊരു സീനുമില്ല. സോ ഗൈസ് അപ്പൊ നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇനി എങ്ങനെയാണ് ഒരു MKV ഫയലിന് എങ്ങനെ മാറി നോക്കാം. അതിന് മുമ്പേ ഞാൻ എന്റെ MKV ഫയൽ ഇപ്പൊ കാണിച്ചു തരാം. സോ ഗൈസ് അപ്പം എന്റെ ഒരു വീഡിയോനാണ് ഞാൻ ഇപ്പം MKV ഫയലാക്കി വെച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കണ്ടാ ഈ 00066 എന്നൊരു ഫയലാണ് MKV ഫയൽ എഴുതിയിട്ടുള്ളത്. പ്രോപ്പർട്ടീസ് എല്ലാം കാണിച്ചു തരാം. സോ ഗൈസ് കണ്ടോ MKV ഫയൽ കണ്ടില്ല. അപ്പം ഇതാണ് MKV ഫയൽ. ഇപ്പം ഇതിനെ ഞാൻ നേരെ ഇനി MP4 ഉണ്ടാക്കാൻ പോവുകയാണ്. സോ ഗൈസ് ആദ്യം നിങ്ങൾ പോകണമെന്ന് വെച്ചാൽ VLC മീഡിയ പ്ലെയറിൽ പോകണം. പോയിട്ട് ഇവിടെ ഫുൾ സ്ക്രീൻ എടുത്തോ. യുഎസ് മീഡിയ ഉണ്ട്. മീഡിയ എടുത്തിട്ട് കൺവേർട്ട് ആൻഡ് സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. യുഎസ് കൺവേർട്ട് ആൻഡ് സേവ് കൊടുത്തിട്ട് ഇവിടെ ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ആഡ് എടുക്കണം. ആഡ് എടുത്തിട്ട് നിങ്ങൾ എവിടെയാണോ ഫയൽ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത്, ഞാൻ ഇപ്പം സ്റ്റുഡിയോ ആണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഫൈൽസ് ഓൺ 4 അല്ല, സ്റ്റുഡിയോ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ ഫയൽ 0066 എന്നുണ്ട്. അപ്പം ഇതിന് രണ്ടൊരു ഫയലുണ്ട്. ഇതിന്റെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് നോക്കാം. സോ MKV ഫയൽ ഇതിനെയാണ് നിങ്ങൾ എടുക്കേണ്ട MKV ഫയൽ. അതായത് നിങ്ങൾ ഏത് MKV ഫയലാണോ ഈ വോയിസ് കോഡ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഡബിൾ ക്ലിക്ക് കൊടുക്കാൻ പോവുകയാണ്. കൊടുത്തതിന് ശേഷം ഇവിടെ എല്ലാ ഓപ്ഷനും വന്നിട്ട് കൺവേർട്ട് ആൻഡ് സേവ് ഓപ്ഷൻ കൊടുക്കണം. കൺവേർട്ട് ആൻഡ് സേവ് ഓപ്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ താഴെയായിട്ട് വീഡിയോ H.+ MP3 MP4 എല്ലാം നിങ്ങൾക്ക് ഓപ്ഷൻസ് കിട്ടും. വേണമെങ്കിൽ യൂട്യൂബ് HD അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാന്നാണ്. ഞാനിപ്പോ ആണെങ്കിൽ വീഡിയോ H.24 MP4 ആ കൊടുക്കുന്ന. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഇവിടെ ഇത്രയും ഫയൽസ് ആയിട്ട് കൺവേർട്ടിങ് എല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഈ ബ്രൗസർ എടുക്കണം. ബ്രൗസർ കൊടുത്തിട്ട് നിങ്ങൾ എവിടെയാണോ നിങ്ങളെ ഫയൽ ഇടേണ്ടത് എന്ന് പോയി നോക്കണം. ഞാനിപ്പം ഇവിടെ ഒരു സാമ്പിൾ ഒരു പേരടിച്ചും കിട്ടാം സാമ്പിൾ. എന്നിട്ട് കണ്ടെയ്നേഴ്സ് MP4 കൊടുക്കണം. എന്നിട്ട് ഓൾ കൊടുത്താൽ മതി. സോ ഗൈസ് എന്നിട്ട് ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫയൽ സുഖമായിട്ട് കിട്ടുന്നതാണ്. സേവ് ചെയ്യാം. അപ്പൊ സേവ് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫയൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അവിടെ ലോഡിംഗ് ഓപ്ഷൻ 0, 5 സെക്കൻഡ്, 6 സെക്കൻഡ്, 7 സെക്കൻഡ്, 8 സെക്കൻഡ്, 9 സെക്കൻഡ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ കുറെ വലിയൊരു വീഡിയോ അല്ല. അത് ആർക്കും വേണമെങ്കിൽ ഇതേപോലത്തെ ഒരു അടിപൊളിയായിട്ട് സംഭവം സുഖമായിട്ട് ചെയ്യാനാണ്. ഒരു MKV ഫയലിനെ എങ്ങനെ MP4 എല്ലാം സുഖം എളുപ്പമാണ്. ഈ VLC മീഡിയ പ്ലെയർ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. സോ ഗൈസ് അപ്പം 27 സെക്കൻഡ് 29 സെക്കൻഡ് നമ്മൾ സെക്കൻഡ്സ് ഇങ്ങനെ ബുക്ക് എന്റെ അപ്പൊ കുറെ അടിപൊളി കണ്ടന്റ്സ് ഇനിയും വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് ലേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ എക്സാം അടക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ആ കണ്ടന്റ് ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. പക്ഷെ ഗൈസ് എക്സാമിന് ശേഷം നമുക്ക് പോളി കണ്ടന്റ് വരുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് ലൈക്ക് ചെയ്തേക്കാ. നിങ്ങൾ എന്തായാലും ഈ സംഭവം വർക്കാവും. നോ വൈറസ് ഒരു സീനുമില്ല. അപ്പൊ ഗൈസ് നമ്മൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, അതായത് നിങ്ങൾ എത്ര സെക്കൻഡ് ഒരു സിനിമേനെ പോലെ ഫയലും ഏത് ഫയലാണ് നിങ്ങൾക്ക് MKV ഫയലാണെങ്കിൽ അതിന് നേരെ MP4 ആക്കാൻ പറ്റും സുഖമായിട്ട്. അപ്പൊ ഏത് ഫയലായാലും ഒരു സീനുമില്ല. നിങ്ങൾക്ക് എന്തൊക്കെയുള്ള ഏത് വീഡിയോ ഇപ്പൊ MKV ആണെങ്കിൽ അത് എന്തായാലും TVയിൽ വർക്ക് ആവത്തില്ല. അപ്പൊ അതൊരു മെയിൻ പ്രശ്നമാണ്. എന്റെ TVയിലൊന്നും വർക്ക് ആവത്തില്ല. എന്റെ TV സപ്പോർട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് MP4 ആക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ TVയിലും വർക്ക് ആയില്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കളിക്കാനല്ല എന്തോന്നായാലും നമ്മൾ ഏത് വീഡിയോ ആയാലും നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ TVയിൽ സുഖമായിട്ട് നൈസായിട്ട് കാണാൻ പറ്റും. സോ ഗൈസ് അപ്പം 1 minute 50 സെക്കൻഡ് അപ്പം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഗൈസ് 1 minute 50 സെക്കൻഡ് എല്ലാ സംഭവം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ശേഷം നമുക്ക് നേരെ ഇവിടെ പോയി കട്ട് ചെയ്ത് കട്ട് ചെയ്തതിനു ശേഷം തിരിച്ച് ദിസ് PC പോയി നിങ്ങൾ എവിടെയാണോ ഫയൽ ഉണ്ടെങ്കിൽ ലൊക്കേഷനിൽ പോകണം. സ്റ്റുഡിയോ പോയിട്ട്. സോ ഗൈസ് അപ്പൊ നമ്മുടെ സാമ്പിൾ തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ ഇനി ഞാൻ പറഞ്ഞതിൽ പോവാം. US0066 അതാണ് ഞങ്ങൾക്ക് ആദ്യം കാണിച്ചത് ഫയൽ. ഇത് പ്രോപ്പർട്ടീസ് ഒന്നുകൂടെ നോക്കാം. MKV ഫയലാണ്. MKV ഫയൽ ഇപ്പൊ നിങ്ങളുടെ TVയിൽ ഇട്ട സംഭവം വർക്ക് ആവത്തില്ല. കാരണം എന്റെ TVയിലുള്ള കാര്യം പറഞ്ഞത് MKV ഫയൽ ആയതുകൊണ്ട്. അപ്പൊ ക്യാൻസൽ എടുത്തേക്ക് നമ്മളിവിടെ അടുത്തേക്ക് ഇവിടെ 006 എന്ന് പറഞ്ഞൊരു അല്ല സാമ്പിൾ എന്നൊരു ഓപ്ഷൻ. ഞാൻ ഇത് വേറൊരു ഫയലാണ്. ഇത് ഞാൻ ഒറിജിനൽ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ്. സോ സാമ്പിൾ ഫയലാണ്. സാമ്പിൾ ഫയലിൽ പോയിട്ട് പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ കണ്ട ഗൈസ് MP4 ഫയൽ. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏതൊരു ഫയലായാലും നിങ്ങൾക്ക് സുഖമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും.
ഇപ്പം ഞാൻ MKVന്ന് MP4 ഇപ്പം ഞാൻ നേരെ പോയി എൻ്റെ താഴെ പോയിട്ട് TV ഇപ്പൊ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഈ സാമ്പിൾ ഫയൽ എനിക്ക് ഈ MKV സംഭവം കണക്ട് ആവത്തില്ല. പക്ഷെ ഈ ഫയൽ എനിക്ക് എന്തായാലും വർക്ക് ആവും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സീനില്ല. ഇതാണ് ഒറിജിനൽ വീഡിയോ. അപ്പം അതിനെ ഞാൻ MKV ഫയൽ ആണ്. അപ്പം അതിനെ കൺവേർട്ട് ചെയ്താണ്. ഇവിടെ എന്തൊക്കെ ശബ്ദം കിടക്കും, ഫുള്ള് കാറ്റായതുകൊണ്ടാണ്. അപ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വേറെ ഭയങ്കര വലിയൊരു വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു വീഡിയോ ആണ്, ഒരു ടെക് ടൈപ്പ് വീഡിയോ. അതായത് എനിക്കിപ്പോൾ കണ്ടന്റ്സ് കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്ക് ചെയ്യാൻ ഉള്ള സമയമില്ല. കാരണം പരീക്ഷ അടക്കെയാണ്, ആനുവൽ എക്സാം ഓഫ്ലൈൻ ആണ്, അവസ്ഥയാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താ പറഞ്ഞത്, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടും, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഈ എന്തായാലും നിങ്ങൾക്ക് സുഖം കൺവേർട്ട് ചെയ്യാനും എല്ലാം പറ്റും, വൈറസ് ഇല്ലാതെ. മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് എന്തായാലും അടുത്ത് നമ്മൾ അതിന്റെ ഒരു ചേസ് ആണ് ഗൈസ്. നമ്മൾ അത്യാവശ്യം അടിപൊളി സബ്സ്ക്രൈബേഴ്സ് കിട്ടണമെന്നും. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഗൈസ്, എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തേക്ക്. പിന്നെ വീഡിയോ ലൈക്ക് അടിച്ചിരിക്കുക കേട്ടോ, ഫുൾ ലൈക്ക് ചെയ്തേക്ക്, ഫുൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഒന്നും പറയണേ, ഈ വീഡിയോ ഇഷ്ടപ്പെടും, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.